നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഡ്രൈ ആയിട്ട് വരട്ടിയെടുത്ത ചിക്കനാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 6 ചുവന്നുള്ളി, വേപ്പിൻ്റെ ഇല, 1 ടീസ്പൂൺ കടുക്, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ: 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 10 ഏലക്കായ, ഒരു തക്കോലം, ഒരു 8 കറിയാമ്പൂ, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ബേ ലീവ്സ്, ഉണക്കമുളക് ആവശ്യത്തിന്, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാലകളെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അത് കഴിഞ്ഞിട്ട് ഈ മസാലയും പിന്നെ ചുവന്നുള്ളിയും തൈരും കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഈ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ ഈ ചിക്കനിലേക്ക് വരട്ടിയിട്ട് ഒരു 3 മണിക്കൂർ ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നമുക്ക് ആദ്യം തന്നെ ഈ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മസാലകൾ ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഉണക്കമുളക് ഇടാം. ആദ്യം തന്നെ നമുക്ക് ഉണക്കമുളക് പതുക്കെ ഒന്ന് വറുത്തിടുക. നമ്മുടെ ഉണക്കമുളക് നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കാം. നമ്മൾ മല്ലിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറി തുടങ്ങിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൈൻഡറിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർക്കാം, തൈരും ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ പിന്നെ സെപ്പറേറ്റ് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് തൈര് ചേർത്തേക്കണം, അത് അരഞ്ഞെടുക്കാനുള്ള വെള്ളം ആ തൈരിലുണ്ടാവും. നമ്മൾ പിന്നെ സെപ്പറേറ്റ് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ചിക്കനിലേക്ക് ചേർക്കാം. പ്രത്യേകം ഈ മസാല നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കാം. ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക, ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 3 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ നമുക്കൊരു 3 മണിക്കൂർ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ആദ്യം തന്നെ നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല ഇടാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കൻ വേവിച്ചെടുക്കുക. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിടുക, തീ കൂട്ടി വയ്ക്കരുത്. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാലകളൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ അടിയിൽ പിടിക്കും. നമുക്ക് മൂടി വെച്ചിട്ട് ചിക്കൻ വേവിക്കുക. അത് കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ പതുക്കെ വേവിച്ചിടുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ചിക്കനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. റോസ്റ്റ് ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണത്.